1 Thessalonians chapter 5, verse 14 and 15. And I will continue some of the verses as the Holy Spirit leads. But let me begin by reading 14. Now we exhort you, brethren, warn those who are unruly, comfort the faint-hearted, uphold the weak, be patient with all. ഒന്ന് തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 5:14-15 ഇങ്ങനെ വായിക്കുന്നു. സഹോദരന്മാരെ, ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിക്കുവിൻ, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവിൻ, ബലഹീനരെ താങ്ങുവിൻ, എല്ലാവരോടും ദീർഘക്ഷമ കാണിക്കുവിൻ. I trust that you remember the message from last week. It's a continuation, so might touch a few things to refresh your memory. We were talking about the overall church, the pastor's relationship to the believers, and believers' relationship to the pastor. കഴിഞ്ഞ നാളുകളായിട്ട് തെസ്സലോനിക്കർ എഴുതിയ ലേഖനത്തിൽ ഒരു സഭയുടെ ആത്യന്തികമായ ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. ഒരു പാസ്റ്ററിന് വിശ്വാസിയോട് ഉള്ള ബന്ധം എങ്ങനെയാണ്, ഒരു വിശ്വാസിക്ക് പാസ്റ്ററിനോടുള്ള ബന്ധം എങ്ങനെ എന്നുള്ള പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. I hope you take that seriously, whether it is here or anywhere you fellowshipping. That is a fundamental principle that we ought to remember. നാം കേട്ടിരിക്കുന്നതും നാം ഓർത്തിരിക്കേണ്ടതുമായിരിക്കുന്ന കാര്യങ്ങൾ നാം എവിടെയായിക്കോട്ടെ മറ്റു പലയിടത്തായിക്കോട്ടെ കൂട്ടായ്മ ആചരിക്കുന്നിടത്ത് ഈ അടിസ്ഥാന ഉപദേശം നിങ്ങളുടെ ഉള്ളിൽ അത് ഗ്രഹിച്ചിരിക്കണം. I went back and heard my own message or meaning the message that I preached. Once again I listened to it and I dedicated once again and said, Lord, help me to labor and lead and teach or instruct. That what you expect me to do. ഞാൻ പറഞ്ഞ ദൂത് തന്നെ ഞാൻ തന്നെ കേട്ടിട്ട് വീണ്ടും ദൈവസന്നിധിയിൽ സമർപ്പിച്ചിട്ട്, ദൈവമേ എന്നെ അധ്വാനിക്കുവാൻ തക്കവണ്ണം, എന്നെ ഒന്ന് നയിക്കുവാൻ മറ്റുള്ളവരെ ഒന്ന് നയിക്കുവാൻ തക്കവണ്ണം, അവർക്ക് വേണ്ടി അവരോട് നിർദ്ദേശങ്ങൾ പറയുവാൻ തക്കവണ്ണം എന്നെ ഒന്ന് ബലപ്പെടുത്തണമേ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. And I am fully conscious that respect is something earned, so I need to work with you by the Spirit of God to have your respect, to have your love, to have your care. That's not something that I can demand. It is something that I earn from you. ഞാൻ നിങ്ങളോട് ഒന്നും അധികാരത്തോട് പറയുവല്ല, ഞാൻ നിങ്ങളിൽ നിന്ന് അത് പ്രാപിക്കാൻ തക്കവണ്ണം, നിങ്ങളിൽ നിന്ന് ബഹുമാനം കിട്ടുവാൻ തക്കവണ്ണം ഞാൻ അതിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. Today we're going to talk about the people to people relationship. ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയോടുള്ള ബന്ധം എങ്ങനെയെന്നാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത്. What is our responsibility among each other? നമ്മൾ സഹോദരങ്ങൾ അന്യോന്യം എന്ത് ഉത്തരവാദിത്തത്തോടെയാണ് പോകുന്നത്? And then if time permits, then we will say combinedly as a church, what is our responsibility or our relationship to our God? ഒരു സഭ മൊത്തമായിട്ട് ഒരു ദൈവത്തോടുള്ള ഉത്തരവാദിത്തം എന്തെന്ന് ഞാൻ നിങ്ങളോട് സമയം ഉണ്ടെങ്കിൽ പറയാം. So verse 12 and 13 we will look at it. It is say Apostle Paul was requesting, that is a correct translation, requesting to the church and saying, brothers or ministers, be this way. 12-13 നോക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ അവിടെ സഭയോട് അപേക്ഷിക്കുന്ന ഒരു ശുശ്രൂഷകരെ അല്ലെങ്കിൽ സഹോദരങ്ങളെ ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള ഒരു അപേക്ഷയുടെ സ്വരത്തിലാണ് കാണിക്കുന്നത്. Verse 14 when he comes and says, I am urging you, I am exhorting you. ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് എന്നാണ് 14 വാക്യം തൊട്ട് തുടങ്ങുന്നത്. And I exhort you, the believers, that is a responsibility to everybody. ഞാൻ സഹോദരങ്ങളെ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങളുടെ ഉത്തരവാദിത്തം എന്നൊന്ന് ഓർമ്മിപ്പിക്കുന്ന തരത്തിലാണ് 14 തുടങ്ങുന്നത്. Warn those who are unruly. ക്രമം കെട്ടവരായിരിക്കുന്നവര്. Amen. Then comfort the faint-hearted. ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവിൻ. And uphold the weak. ബലഹീനരെ താങ്ങുവിൻ. So there are 3 groups of people there. 3 തരത്തിലുള്ള ആൾക്കാരെയാണ് നാം ഇവിടെ കാണുന്നത്. Amen. ക്രമം കെട്ടവര്, ബലഹീനര്, ക്ഷീണമുള്ളവര്, ഈ 3. Amen. Unruly, faint-hearted and weak. These are the people in the church. ഒരു സഭയാകുമ്പോൾ ക്രമം കെട്ടവരായിരിക്കാം, ഉൾക്കരുത്തില്ലാത്തവരായിരിക്കാം, ബലഹീനരായിരിക്കാം, 3 തരത്തിലുള്ള ആൾക്കാരെ എടുത്തു കാണിക്കുന്നു.
But then it is almost contradicting everything that we have been talking so far. എന്നാൽ ഇന്ന് വരെ ഇതുവരെ കേട്ടിരിക്കുന്നതിൽ വെച്ച് എന്തൊക്കെയോ ഒരു വൈരുദ്ധ്യമായിട്ട് നാം ഇവിടെ കാണുന്നില്ലേ? Because Apostle Paul was so commending and praising this church. ഈ സഭയെ പറ്റി വളരെയധികം ഉത്സാഹത്തോടും സ്തുതിയോടും വളരെ പുകഴ്ത്തി പറയുന്ന ഒരു If സംഭവം. you remember chapter 1 verse 3, we read like this. ഒന്നാം അധ്യായം 3-ാം വാക്യം ഇങ്ങനെയാണല്ലോ പൗലോസ് പുസ്തകം തുടങ്ങിയത്. He said, I am commending about your work produced by faith, the work energized by faith. നിങ്ങളുടെ വിശ്വാസത്താലുള്ള ഒരു വേലയെ പറ്റി അവിടെ പറയുന്നുണ്ട്. Yeah, the people were so eager to do for the kingdom of God because of the faith they had. അവരുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന വിശ്വാസം കൊണ്ട് വളരെ ഉത്സാഹത്തോടു കൂടിയാണ് ദൈവത്തിന് വേണ്ടി വേലയെ Then ചെയ്യുന്നത്. apostle saying that I was encouraged by the service that you do, which is motivated by the love that you have towards God and to other people. ആമേൻ. ദൈവത്തോടുള്ള സ്നേഹവും മറ്റുള്ളവരോടുള്ള സ്നേഹത്വവും അത് വർദ്ധിച്ചിട്ട് നിങ്ങൾ ദൈവത്തിന് വേണ്ടി വേല ചെയ്തില്ലേ? I mean, then he's saying that you are so much waiting for the coming of the Lord Jesus Christ. That's so clearly seen in your life. ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വരവിനായിട്ട് നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഞാൻ കണ്ടിരിക്കുന്നു. Chapter 1 verse 6 we read like this. 6-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു. Oh Thessalonian church, you became imitators of God. നിങ്ങൾ ഒരു ദൈവത്തിന്റെ അനുകാരികളായി തീർന്നിരിക്കുന്നു. You became imitators of me also. എനിക്കും നിങ്ങൾ അനുകാരികളായി തീർന്നല്ലോ. So think about a church of believers who imitated God, means that whatever is God is doing, they are doing it. ആമേൻ. ദൈവം എന്ത് ചെയ്യുന്നു അത് തന്നെ ചെയ്യുന്ന ഒരു സഭയാണ് പൗലോസ് അപ്പോസ്തലൻ എടുത്തു കാണിക്കുന്നത്. Whatever the apostle Paul do, the church is doing that. അപ്പോസ്തലനായ പൗലോസ് എന്ത് ചെയ്യുന്നുവോ അത് തന്നെ ഈ സഭയും ചെയ്യുവാൻ. What a good testimony. എന്ത് നല്ല സാക്ഷ്യമാണ് കാണുന്നത്. Chapter 1 verse 7. 7-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു. You became an example to all the believers. നിങ്ങളുടെ ചുറ്റുപാടുമുള്ള എല്ലാ വിശ്വാസികൾക്കും ഒരു മാതൃകയുള്ളതായി തീർന്നില്ലേ? Great testimony. വളരെ നല്ലൊരു സാക്ഷ്യമല്ലേ കാണുന്നത്. Chapter 1 verse 8 we read. 8-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു. The word sounded from you to the community like a thunder. ആമേൻ. നിങ്ങളുടെ ആ വചനം മറ്റുള്ള സഭകൾക്ക് മറ്റുള്ളവർക്ക് ചുറ്റുപാടുള്ളവർക്ക് മുഴങ്ങിച്ചെന്നു എന്ന് കാണിക്കുന്നു. So infant church, but they're so much into the evangelism. സഭ ശൈശവാവസ്ഥയിൽ ഒരു സഭയാണെങ്കിൽ പോലെ സുവിശേഷീകരണത്തിൽ അത്യുത്സാഹമായി നിൽക്കുന്ന സഭ. Chapter 1 verse 9 we read. 9-ാം വാക്യം ഇങ്ങനെ വിളിച്ചു പറയുന്നു. You made 100% turn from your past life. നിങ്ങളുടെ കഴിഞ്ഞ കാലത്ത് നിന്ന് 100% തിരിഞ്ഞ് നിങ്ങൾ ദൈവത്തിലേക്ക് തിരിഞ്ഞതല്ലേ? That means after the conversion, after the repentance, after the born again experience, when I look at you, you do not do any of the past behavior. ആമേൻ. മാനസാന്തരം കിട്ടിയ ശേഷം പിന്നെ കഴിഞ്ഞ കാലത്തേക്ക് തിരിഞ്ഞു നോക്കാതെ ദൈവത്തിലേക്ക് നോക്കി വന്നൊരു സഭ. Verse 10, you confidently waiting for the Lord's coming. ദൈവത്തിന്റെ വരവിനായിട്ട് ആത്മാർത്ഥതയോടെ നോക്കി പാർക്കുന്ന ജനമെന്ന് 10-ാം വാക്യത്തിൽ Chapter 2 verse 13 we read. 2-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം ഇങ്ങനെ വിളിച്ചു പറയുന്നു. You are a church, you welcome the word of God when we speak, as that is the word from the God itself. ഒരു സഭ എന്ന രീതിയിൽ ഞങ്ങൾ വിളിച്ചു പറയുന്ന വചനം എന്റെ വചനമായിട്ടല്ല ദൈവത്തിന്റെ വചനമായിട്ട് നിങ്ങൾ ഏറ്റെടുത്തില്ലേ? You accepted the word in the midst of diversity, or in the midst of affliction, in the midst of all the troubles and struggles you go through. പ്രശ്നങ്ങളുടെ നടുവിൽ, കഷ്ടതകളുടെ നടുവിൽ, വിഭജനത്തിന്റെ നടുവിലൊക്കെയും ദൈവത്തിന്റെ വചനം അത്യാഗ്രഹത്തോടെ നിങ്ങൾ ഏറ്റെടുത്തില്ലേ? Chapter 3 verse 7 and 8 we read. 3-ാം അധ്യായം 7-ഉം 8-ലേക്കും വരുമ്പോൾ you had so much suffering, സകല കഷ്ടത്തിൽ കൂടി കടന്നുപോയി. but you remain strong in the Lord. എന്നാലോ കർത്താവിൽ തന്നെ ഉറച്ച വിശ്വാസത്തോടെ നിങ്ങൾ നിന്നില്ലേ? Chapter 4 verse 1 and 2. 4-ാം അധ്യായത്തിന്റെ 1-ഉം 2-ഉം നമ്മൾ നോക്കുമ്പോൾ You walking with God and you are pleasing God as you are doing. എന്താണോ ചെയ്തുകൊണ്ടിരുന്ന ദൈവത്തോടൊപ്പം നടന്ന് ദൈവത്തെ സന്തോഷിപ്പിച്ചുകൊണ്ട് നടന്നില്ലേ? He said you are a church who really believe in the sanctification. ആ വിശുദ്ധീകരണത്തിൽ മാത്രം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സഭയായി കണ്ടിരിക്കുന്നു. You express your gratitude about your salvation. നിങ്ങളുടെ രക്ഷയെ പറ്റി ഓർത്ത് നിങ്ങൾ അത്യധികമായി നന്ദിയോടുകൂടെ പോയില്ലേ? Chapter 4 verse 10. 4-ാം അധ്യായത്തിന്റെ 10-ലേക്ക് വരുമ്പോൾ You are a church that has a high level of hospitality. മറ്റുള്ളവരോട് എത്തെങ്കിലും മാത്രം ആദരവ് കാണിക്കണം. ആ ആദരവ് നിങ്ങൾ കാണിച്ചില്ലേ? ആമേൻ. മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്ന ഒരു സഭ. ആമേൻ. ഒരു ശുശ്രൂഷ അനുഭവത്തോടെ നിങ്ങൾ മുമ്പോട്ട് ഓടിയില്ലേ? ആമേൻ. That is what we read in the 9 and 10. അതാണ് 9-ലും 10-ലും നാം കാണുന്നത്.
I don't know about you. If I get to see a church like this, I will certainly be a member of the church. ഇങ്ങനെയുള്ള ഒരു സഭ എന്റെ മുമ്പാകെ വന്നാൽ ഞാൻ ആ സഭയിലെ അംഗത്വം ഞാൻ പെട്ടെന്ന് തന്നെ എടുക്കുമേ. Because what are all the commending things that Paul is saying? എത്രമാത്രം ഒരു പുകഴ്ചയോടെയാണ് ഈ സഭയെ പറ്റി പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. Now let us look at verse 14. 14-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ All of a sudden he is saying that ക്രമം കെട്ടവര് ചർച്ചില്, I mean, you want the one unruly. ആമേൻ. ക്രമം കെട്ടവരായിരിക്കുന്നവർക്ക് മുന്നറിയിപ്പ് നൽകണം, അല്ലെ ബുദ്ധി ഉപദേശിക്കണമെന്ന് പറയുന്നു. Is that possible? അത് സാധ്യമാണോ? What is the kramam ketta? What does that word mean? എന്താണ് ക്രമം കെട്ടവരെന്ന് ഉദ്ദേശിക്കുന്നത്? The Greek word used is called taktos. That means that can have many definitions. അറ്റാക്ടോസ് എന്ന ഒരു ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഇത് If വന്നിരിക്കുന്നത്. you look at KJV, it says unruly. In NIV, it might say that undisciplined, or another translation it will say lazy. I mean, NLT translation it says lazy. In another translation it says idle. Another translation it says undisciplined. So sorry, all of this, amen, the definition for that word. That's why every translator used something that they thought it is appropriate for them. അറ്റാക്ടോസ് എന്ന വാക്കിൽ നിന്ന് വെറുതെ ഇരിക്കുന്നവന്, ഡിസിപ്ലിൻ ഇല്ലാതിരിക്കുന്നവന്, അങ്ങനെ ക്രമം കെട്ട് നടക്കുന്നവർ, ഇങ്ങനെ പല തരത്തിലുള്ള വേർഷനാണ് നമുക്ക് പല ബൈബിളിൽ കൂടി കാണുവാൻ കഴിയുന്നത്. സപ്പോസ് ഉപയോഗിക്കുന്നത്, I mean, again I'm saying, ഉഴപ്പന്മാര്, മടിയന്മാര്, I mean, ഉത്തരവാദിത്വമില്ലായ്മക്കാര്, ഹല്ലേലൂയ, ദൈവസഭയ്ക്കുള്ളിൽ വേണ്ടുന്ന ഓർഡർ അനുസരിച്ച് ജീവിക്കാത്ത. So there are so many different ways you can define that. I'm not saying it. It's saying that in the church there will be people like that. ആമേൻ. ഞാനല്ല വിളിച്ചു പറയുന്ന പൗലോസ് അപ്പോസ്തലൻ ചില സഭകളെ പറ്റിയാണ് ഇങ്ങനെ വിളിച്ചു പറയുന്നത്. So then he is saying it is whose responsibility to warn them. ഇവരെയൊക്കെ മുന്നറിയിപ്പ് കൊടുക്കുന്നത് ആരുടെ ഉത്തരവാദിത്തം എന്നെന്ന് പൗലോസ് അപ്പോസ്തലൻ വീണ്ടും വിളിച്ചു പറയുന്നു. Apostle Paul saying, brothers and sisters, it is your responsibility to warn those who are in this category. സഹോദരങ്ങളെ, ഇത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് ഇങ്ങനെയുള്ളവരെ കാണുമ്പോൾ അവർക്ക് മുന്നറിയിപ്പ് നൽകുക, ബുദ്ധി ഉപദേശിക്കുക എന്ന് പറയുന്നത്. Why is he saying that? എന്തുകൊണ്ടാണ് ഇങ്ങനെ എടുത്തു പറയുന്നത്? Such a good church, ഇത്രമാത്രം നല്ല ഉന്നതിയിൽ നിൽക്കുന്ന ഒരു സഭ, such a good believers there. ഇങ്ങനെ നല്ല വിശ്വാസികളുള്ള ഒരു സഭ. But Apostle Paul is seeing in his vision, തന്റെ ഉൾക്കണ്ണാൽ ഇത് കണ്ടിട്ട് he is ദീർഘദർശനത്തിൽ spiritually discerning the church ആത്മീയമായി വിവേചിച്ചുകൊണ്ടാണ് ഈ സഭയോട് ഇത് വിളിച്ചു and പറയുന്നത്. saying, yes, majority fall into that category, but there are people in the church who still have this kind of behavior. എല്ലാവരും വിശ്വാസത്തിൽ മുന്നേറിലാണ്, എന്നാൽ ചിലർ പലരെങ്കിലും ഇതിനകത്ത് വീണു പോയിട്ടുണ്ട്. I cannot really tell which one he had the meaning. Is he talking about the people, church, lazy people in the church? മടിയന്മാരെ പറ്റിയാണോ ഇവിടെ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. Is church the people that do not have a responsibility? ഉത്തരവാദിത്വം ഇല്ലാത്തവരെ പറ്റിയാണോ പറയുന്നത് എനിക്കറിയത്തില്ല. I don't know whether he is talking about the people who don't have a discipline in their ഒരു life. ഡിസിപ്ലിൻ ഇല്ലാത്ത ജീവിതത്തിൽ കൂടെ നടക്കുന്നവരെ പറ്റിയാണോ പറയുന്നത് എനിക്കറിയത്തില്ല. I do not know. എനിക്കത് മൊത്തമേ അറിയത്തില്ല. But every translation it takes it that might fit somebody. പലതരത്തിലുള്ള അർത്ഥം ഇതിനകത്തുനിന്ന് വരുന്നുണ്ട്. പലതിനെ പറ്റി ഇത് പറയുന്നുണ്ട്. So brother and sister, ആമേൻ. സഹോദര സഹോദരി, it is our responsibility. ഇത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. Because if you take it, this is what from my own experience and from what I have seen for a long time. എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ളതും ഞാൻ കേട്ടിട്ടുള്ളതും ഒക്കെയാണ് ഞാൻ ഇതിലോട് പറയുന്നത്. The word of God is the primary thing in the church. ദൈവത്തിന്റെ വചനമാണ് ഒരു സഭയ്ക്ക് ആത്യന്തികമായി വേണ്ടുന്നത്. But it takes years and years and years for some of this word to take a deep root in the heart and become fruitful. ഓരോ സഭ ഒരു ഹൃദയത്തിനകത്തേക്ക് അത് വീണ് അതിനൊരു ഫലം വരണമെങ്കിൽ അതിന് വർഷങ്ങൾ എടുത്തേ കഴിയും.
കഴിയത്തുള്ളൂ. But it takes only short time, maybe a day or a week or a month to have a doubt or an unhealthy relationship or something, a division to come up in the church and destroy the church. എന്നാൽ അവിശ്വാസമുള്ള ഹൃദയം വരുവാന്, എന്നാൽ മറ്റുള്ളവരുടെ ഇടർച്ച വരുവാന് ഒരു ചെറിയ ഇടവേള, ഒരു ചെറിയ സമയം മതി അത് കടന്നു വരുവാന്. And I've seen that again and again in my life. എന്റെ ജീവിതത്തിൽ അത് വീണ്ടും വീണ്ടും ഞാൻ So കണ്ടുകൊണ്ടിരിക്കുകയാണ്. apostle saying, a brother and sister, സഹോദര സഹോദരി എന്ന് പൗലോസ് it will take only a small thing in the church ഇത് ഒരു പക്ഷെ ചെറിയ കാര്യങ്ങൾ മതിയായിരിക്കാം. that can divide the church, that can destroy the church, that can make the church ineffective. ആ സഭയെ ഒരു അനാരോഗ്യത്തിലേക്ക് കടക്കുവാൻ, വിഭിന്നതമായി കടക്കുവാനൊക്കെ അത് കഴിയും. So we all need to be conscious about that. വളരെ ഉത്തരവാദിത്വത്തോടും അതിനകത്തേക്ക് കാണണം. To give a warning to the irresponsible. അങ്ങനെ നിരുത്തരവാദമായിരിക്കുന്നവരെ മുന്നറിയിപ്പോടെ പറയുന്നത്. This is not a simple request. He is saying that is as an exhortation. ഇതൊരു സാധാരണ ഒരു റിക്വസ്റ്റ് ആയിട്ടല്ല, വളരെ വ്യക്തമായാണ് അവർ വിളിച്ചു It is പറയുന്നത്. not only the responsibility of the pastor, it is the responsibility he is giving to the church. ഒരു ശുശ്രൂഷകന്റെ മാത്രമല്ല, അവിടെ ആയിരിക്കുന്ന സഹോദര സഹോദരിമാരുടെ ഉത്തരവാദിത്തം കൂടിയാണ്. But let me tell you that who should do that one? ആരിത് ഏറ്റെടുക്കണമെന്ന് ഞാൻ വീണ്ടും വിളിച്ചു പറയട്ടെ. Everyone who is mature. സ്ഥിരതയുള്ളവർ, ആത്മാവിൽ Mature in faith and with the prayer and patience, with the utmost intention to gain a person, we need to do that one. ആത്മാവിൽ നല്ല മെച്ചൂർ ആയിട്ടുള്ളവരാണ്, മറ്റുള്ളവരെ വീണ്ടെടുക്കാൻ കഴിയുന്നവരാണ് ഇതിലൂടെ മുമ്പോട്ട് ഓടേണ്ടത്. If we don't do that one, നാം അത് ചെയ്തെടുത്തില്ല എങ്കിൽ, if such a behavior continue in the church, അങ്ങനെയുള്ള സ്വഭാവം ഈ സഭയ്ക്കകത്ത് a നടന്നു, small unleavenness will make the whole body leaven. അവസാനം പുളിമാവ് പിണ്ടത്തെ മുഴുവൻ പുളിപ്പിക്കുമെന്ന് പറയുന്നത് പോലെ തന്നെ, If we go on, if we don't deal with it, അതിനെ നമ്മൾ അത് ഡീൽ ചെയ്തില്ല എങ്കിൽ it can negatively impact the reputation of the church. നമ്മുടെ സഭയുടെ, ക്രിസ്തുവിന്റെ സഭയ്ക്ക് അത് ബാധിക്കുക തന്നെ ചെയ്യും. Now we have a tendency to pretend that such a problem do not exist. അങ്ങനെയുള്ള സ്വഭാവങ്ങൾ, പ്രശ്നങ്ങൾ ഇല്ല എന്നൊരു പക്ഷേ നമുക്ക് പറയാം. Our pretension will not let the problem go away. അങ്ങനെയുള്ള പ്രിറ്റൻഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അത് പ്രശ്നത്തിന് പരിഹാരമാകത്തില്ല. Unfortunately, including me, pastors and church believers, were not comfortable to confront this kind of things. ഒരു ശുശ്രൂഷകനാകട്ടെ, സഹോദരങ്ങളാകട്ടെ, ഇതിനെ ഒന്ന് എതിരിടുവാനുള്ള ഒരു താല്പര്യം കാണുന്നില്ലല്ലോ. But sometimes we come to the point of dealing with it. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ചില സമയങ്ങളിൽ നമ്മൾ നേരിട്ടേ മതിയാകും. But it will be too late. It has gone beyond the point of recovery. ഇതെന്നാൽ തിരിച്ചെടുക്കുവാൻ, മടക്കി വരുത്തുവാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ, And I am guilty of that too. അങ്ങനെയുള്ളതിനെ കാണുമ്പോൾ ഞാനും അത് ഒരു തെറ്റുകാരനെന്ന് തോന്നുന്നു. So this morning the Holy Spirit is telling the church, എന്നാൽ ഇന്ന് സഭയോട് പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നത്, amen, it is everyone's responsibility. ഇവിടെ ആയിരിക്കുന്ന ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. Don't say that let the pastor deal with it. ശുശ്രൂഷകൻ തന്നെ അത് ഏറ്റെടുത്ത് ചെയ്യട്ടെ എന്ന് പറയരുത്. And if you wash your hands off from that one, അങ്ങനെ നിങ്ങൾ അത് കേൾക്കുമ്പോൾ you will have to give account. നിങ്ങളും കണക്ക് കൊടുക്കേണ്ടി വരും. And I want you to hear by the Holy Spirit saying that one. Someday when you stand in front of the judgment seat of God, you cannot say that, oh, I didn't know that was my responsibility. ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കുമ്പോൾ ഇത് നിങ്ങളോട് ചോദ്യമായി ഉയരുമ്പോൾ ഞാൻ അത് കേട്ടിരുന്നില്ല, അറിഞ്ഞിരുന്നില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ It കഴിയില്ല. is your responsibility. ഞാനും നിങ്ങളുമായിരിക്കുന്ന നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഇത് It ഏറ്റെടുക്കേണ്ടത്. is my responsibility. ഇത് എന്റെയും ഉത്തരവാദിത്തം കൂടിയാണ്. But it cannot be taken as a license to kind of go and confront everybody. ഞാൻ ഇവിടെ ആയിരിക്കുന്ന ഓരോരുത്തരോടും ചെന്ന് ഇതിന്റെ എല്ലാം വിളിച്ചു പറയുവാന്നൊന്നും എനിക്ക് പറയാൻ കഴിയത്തില്ല. I mean, I want to teach that too. ഞാൻ നിങ്ങളെ ഒന്ന് പഠിപ്പിച്ചെടുക്കുവാണ് Because many of us are not equipped and trained to do that effectively. ഇങ്ങനെയുള്ള കാര്യങ്ങളെ യഥാർത്ഥമായിട്ട് എഫക്റ്റീവായിട്ട് ചെയ്യുവാൻ പലർക്കും കഴിയുന്നില്ലല്ലോ. So we must deliberately train ourselves. നമ്മളെ തന്നെ ഒന്ന് ട്രെയിൻ ചെയ്തെടുത്തേ മതിയാകൂ. I mean, because this is very difficult to deal with it. ഈ സാഹചര്യങ്ങളൊക്കെ നേരിടാൻ വളരെ പ്രയാസകരമാണ്. To me, what I feel like a irresponsible behavior or unruly behavior or to someone's life laziness, I might feel it that way. But when I ask other brother or sister, you may not feel that way. It may be quite perfect to you. ഒരു പക്ഷേ എന്റെ കണ്ണിലൂടെ കാണും, മറ്റൊരുവനെ കാണുമ്പോൾ നിരുത്തരവാദപരമായിട്ട് കാണാം, ഒരു പക്ഷേ ക്രമം കെട്ടവനെന്ന് കാണാം. അത് ഞാൻ മറ്റുള്ളവരോട് ചോദിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണിലൂടെ കാണുമ്പോൾ അവര് പെർഫെക്റ്റ് ആയിട്ടായിരിക്കാം നിങ്ങൾ കാണുന്നത്. So how do we deal with that? ഇങ്ങനെയുള്ള സാഹചര്യം എങ്ങനെ നാം നേരിടും? So if you and me feel some behavior that we need to address, ചില സ്വഭാവങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ, first we have to think what is the
word of God say about that one? എന്താണ് ദൈവവചനം ഇതിനെ എതിരിടുവാൻ തക്കവണ്ണം പറയുന്നത്? Yes, that behavior really match with the word of അപ്പോൾ God. ദൈവത്തിന്റെ വചനം ഈ സ്വഭാവമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ? Second thing, pray about it, pray about it, pray about it. ആമേൻ. പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ട് സ്റ്റെപ്പെടുക്കാവൂ. There are few days, pray about and see what the Holy Spirit will give you the light ചില leading. ദിവസങ്ങൾ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് പരിശുദ്ധാത്മ പറയുന്നതിനനുസരിച്ച് മുമ്പോട്ട് പോകണം. Collect all the information you can get. നിങ്ങൾക്ക് കിട്ടുന്നത് എല്ലാ ഇൻഫർമേഷനും കിട്ടിയിട്ട് മാത്രമേ പോകാവൂ. And then once you are fully convinced that all the information you have, you need to ask yourself, am I the right person to deal with it, or is there anyone in the church who is better equipped to do നിങ്ങളുടെ this? ഉള്ളിൽ നിങ്ങൾക്ക് കിട്ടുന്ന നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ചിട്ട് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ മാത്രം ഞാൻ ഇതിനായിട്ട് ഇറങ്ങാൻ കഴിയുമോ, അതല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയാണോ I mean, വരമേൽപ്പിക്കുന്നത്? if you think that there is someone else who is much older and experienced, who is more thorough in the word of God, that person might be a better person to deal with it. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ മറ്റൊരു വ്യക്തി, ആത്മീയമായി പക്വതയേറിയ വ്യക്തി, ആ വ്യക്തിക്ക് ഇതിനെ എല്ലാം അഭിമുഖീകരിക്കാൻ കഴിയുമെങ്കിൽ That's the time approach the elders of the church and say, brother, this is what I kind of seen and I've been praying about it, but I don't know that I am the right person. Would you please pray with me and would you please counsel me and see what is the right thing? നാം നിങ്ങളുടെ സഭയിലായിരിക്കുന്ന മൂപ്പന്മാരുടെ അടുത്തേക്ക് ചെന്നിട്ട് ഇതാണ് എന്റെ ഉള്ളിലേക്ക് തെളിഞ്ഞിരിക്കുന്നത്, അവരുമായിട്ടൊന്ന് പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ മുമ്പോട്ട് സ്റ്റെപ്പെടുത്തി വെക്കുവാൻ If നോക്കുക. the elders think that they're not able to address that one, the elders will approach the pastor and say, pastor, this is an issue that we need to talk about it. മൂപ്പന്മാരല്ല അസാധ്യമാണെങ്കിൽ അവരെ ശുശ്രൂഷകന്റെ അടുത്തിട്ട് ശുശ്രൂഷകന്മാരുമായിട്ട് സംസാരിക്കുക. From this whole process, we are taking this into a mature process of leading to confront a brother or a sister, because that way we are making sure that every effort is made, that it is done properly. അവൻ ഈ പ്രക്രിയയിൽ കൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഒരു ആത്മീയമായ പക്വതയാണ് ഇതിന്റെ അകത്തൂടെ കാണുന്നത്. Yes, we are asked to confront, we are asked to discipline, we are asked to warn people, but we need to do that with utmost maturity, faith and prayer. Hallelujah. ആമേൻ. നമ്മളായിരിക്കുന്ന സംഭവങ്ങളെയൊക്കെ അഭിമുഖീകരിക്കുമ്പോൾ നിങ്ങൾ ഒരു അച്ചടക്കത്തോടു കൂടി ആയിരിക്കണം. എന്നാൽ അതിനകത്തൂടെ ആയിരിക്കുമ്പോഴും അവിടെ ഒരു ആത്മീയ മെച്യൂരിറ്റി ഉണ്ടായിരിക്കണം. And I also want to read a scripture to you. ഞാൻ ഓരോ തിരുവെഴുത്തൂടെ നിങ്ങൾക്ക് മുമ്പ് വായിക്കട്ടെ. 2 Thessalonians chapter 3 verse 6. 2 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 3 ഇങ്ങനെ വായിക്കുന്നു. 3:6. 3:6 ഇങ്ങനെ വായിക്കുന്നു. If we can put that on the board, it is we all need to know. I want to kind of touch a key point from there. ആമേൻ. ഞാൻ അതിനകത്തുനിന്ന് നിങ്ങളോട് ഒരു വചനം വിളിച്ചു പറയട്ടെ. We commend you, brethren, in the name of the Lord Jesus Christ, with the authority, that you withdraw from every brother or sister who walks disorderly and not according to the tradition which we received from us. ആമേൻ. സഹോദരന്മാരെ, ഞങ്ങളോട് പ്രാപിച്ച പ്രമാണം വിട്ട് ക്രമം കെട്ട് നടക്കുന്ന ഏത് സഹോദരനോടും അകന്നുകൊള്ളണമെന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് ആജ്ഞാപിക്കുന്നു. Here is the chapter 5 verse 14. He said, amen, to the unruly, ക്രമം കെട്ട് നടക്കുന്നവരോട് ബുദ്ധി ഉപദേശിക്കണം. Amen, to warn them. Here he is saying that if someone, a brother or a sister, do not receive the warning that you are giving, do not receive the advice, and they habitually want to continue in that behavior, Apostle Paul is not saying that tolerate and say love their brother and sister. ആമേൻ. 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 14 വിളിച്ചു പറയുന്നു, ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിക്കണം. എന്നാൽ 2 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് വരുമ്പോൾ അങ്ങനെയുള്ളവരോട് അകന്നു കളയണമെന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. Not saying don't love the brother, don't get me wrong about that one. You can love and pray, but there is a warning to you that one. You need to step aside from that person, because otherwise they will drain you, they will tarnish you, they will defile you, they will bring your spiritual life down. അവരെ സ്നേഹിക്കേണ്ടെന്നും അവരെ പ്രാർത്ഥിക്കേണ്ടെന്നും അല്ല പറയുന്നത്, എന്നാൽ അവർക്ക് മുന്നറിയിപ്പ് കൊടുത്തിട്ട് അകൽച്ച പ്രാപിക്കണമെന്നാണ് പറയുന്നത്. My years of experience, I've seen that
the church where people fail is that they kind of, don't recognize, don't discern, and they associate with such a people, and those people will completely ruin them. ആമേൻ. ഇങ്ങനെയുള്ള എൻ്റെ ആത്മീയമായ എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ അനുഭവിച്ചത് ഇങ്ങനെയുള്ള വ്യക്തികളെ തിരിച്ചറിയാതെ അവരോട് ഇടകലർന്നു പോയിട്ട് അവരുടെ തന്നെ ആത്മീയ വീര്യം ചോർന്നു പോകുന്നതായിട്ട് കാണുന്നു. I know about a brother. Let me give you an example. ഞാൻ ഒരു സഹോദരനെ പറ്റി ഒരു ഉദാഹരണം നിങ്ങളോട് പറയട്ടെ. The man was arguing in the church about someone else who was very disorderly, and the brother needed to be disciplined. And when the church disciplined, one brother was arguing and saying, we cannot do that one. We have to love the brother. We have to embrace him. We have to take care of him. ഒരു സഹോദരൻ അച്ചടക്കമില്ലാതെ നിരുത്തരവാദപരമായി പോകുമ്പോൾ മറ്റൊരു വ്യക്തി അതിനുവേണ്ടി വാദം ചെയ്ത അവനെ സ്നേഹിക്കണം, അവന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് വിളിച്ചു പറഞ്ഞു. The very same brother went home and told his daughter like this. ആ വ്യക്തി ആ സഹോദരന് അവന്റെ വീട്ടിൽ പോയി മോളോട് ഇങ്ങനെ പറഞ്ഞു, stay away from such and such kids from the church because they are not really good kids and you don't need to associate with them. ഇങ്ങനെയുള്ള മറ്റുള്ള ചില കുഞ്ഞുങ്ങളിൽ നിന്ന് മാറി നിൽക്കണം, ആ കുഞ്ഞുങ്ങൾ ദൈവത്തിലല്ല എന്ന് പറഞ്ഞു. This is the hypocrisy. അതൊരു കപടഭക്തിയല്ലേ കാണിക്കുന്നത്? If he is advising his own children to stay away from it and then he's arguing in the church to embrace the other one. തന്റെ കുഞ്ഞുങ്ങളെ മറ്റുള്ള കുഞ്ഞുങ്ങളുമായി ഇടകലരുതെന്ന് പറഞ്ഞിട്ട് ആ വ്യക്തി തന്നെ മറ്റൊരു സഹോദരനെ ആലിംഗനം ചെയ്യുന്നത് കപടഭക്തിയല്ലേ? Because when it comes to that is his own, because this is somebody else, let it go. ആമേൻ. ഇവിടെ വന്നപ്പോൾ അവൻ അവന്റേതായ കുഞ്ഞുങ്ങളെ നോക്കി മറ്റുള്ളതാണല്ലോ എന്ന് കരുതി അവൻ പോയി. This is where the key. അവിടെയാണ്. Because we don't feel the personal ownership among each other. We don't feel like the brother sister love among each other. That's why such a thing comes. ആ സഹോദരന്റെ സ്നേഹം, സഹോദരിയുടെ സ്നേഹം അവിടെ യഥാർത്ഥമായി അവിടെ വ്യാപരിക്കുന്നില്ലല്ലോ. We don't want to kind of reject and dissociate somebody, but there are times that we need to be careful to dissociate so that that brother or sister, if God has the plan in their life, someone mature will come into their life to deal with it, but you don't want to fall into the trap. അവൻ ഇങ്ങനെയുള്ളവരോട് അകന്നിരുന്നിട്ട് മറ്റൊരു കാലഘട്ടത്തിൽ ആത്മീയമായി പക്വതയെത്തിയവർ അവരോട് സംസാരിച്ച് മുമ്പോട്ട് ഓടുന്ന ആ ഒരു സാഹചര്യം വരും. Any perfect church will have people with such and such a behavior. ഇങ്ങനെയുള്ള സ്വഭാവമുള്ളവര് ഏതൊരു ചർച്ചിലും നമുക്ക് കാണുവാൻ കഴിയും. Any church will have people who are lazy, who don't want to do anything. Any people who are idle, they don't want to get involved. Any people we blame about everything else and they don't take a personal responsibility. Anything in their life shortcoming is because of church and other people. They don't take any responsibility and then just kind of go disorderly. അവൻ ഏതൊരു വ്യക്തിയും നിരുത്തരവാദമായിരിക്കുന്നവർക്ക്, അച്ചടക്കമില്ലാത്തവർക്ക്, അവർക്കൊന്നും ചെയ്യുവാൻ കഴിയാതെ മാറി നിൽക്കുന്നവരായി അവരങ്ങനെ പോകുന്നതായിരിക്കും. Warn those people. അങ്ങനെയുള്ളവരെ മുന്നറിയിപ്പ് കൊടുത്ത് മുന്നോട്ട് ഓടുക. What is the warning? എന്താണ് മുന്നറിയിപ്പ് എന്ന് പറയുന്നത്? Such a behavior is not part of the bride of Christ. ഒരു കുഞ്ഞാന്റെ കല്യാണത്തിന് ഒരു ബ്രൈഡിന് അങ്ങനെയുള്ള സ്വഭാവം കാണുവാൻ കഴിയത്തില്ല. Brother and sister, Jesus Christ, the bride is perfect. ഒരു മണവാട്ടി ഏറ്റവും അത്യുന്നതമായിരിക്കണമെന്നാണ് പറയുന്നത്. You and me want to be part of that bride. We need to be, like Christ. ആ മണവാളന്റെ മണവാട്ടി ആ ദൈവത്തിന്റെ പോലെയുള്ള ആറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കണം. That is the warning we have to give. അങ്ങനെയുള്ള ഒരു മുന്നറിയിപ്പാണ് അവരോട് നമുക്ക് കൊടുക്കേണ്ടത്. Second warning we give, every word, every deed, every thought that we have here. 1 Corinthians chapter 4 verse 12, that even the secret motive will be brought in front of the judgment seat of God. ആമേൻ. 1 കൊരിന്ത്യർ എഴുതിയ ലേഖനം 4:12 പറയുന്നു, ഉള്ളറകളിലെ രഹസ്യം ദൈവ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടുത്തും. That is the warning we give. അങ്ങനെയുള്ള ഒരു മുന്നറിയിപ്പാണ് നമ്മൾ നൽകേണ്ടത്. I am also I will stand in front of that judgment. ഞാനും ഈ ന്യായാസനത്തിന് മുമ്പാകെ ഒരിക്കൽ നിൽക്കേണ്ടതാണ്. And he will ask me, എന്നോടും ചോദിക്കും, you preached and or talked about to others, what about your life? നീ മറ്റുള്ളവരോട് വചനം വിളിച്ചു പറഞ്ഞാൽ നിന്റെ ജീവിതം എങ്ങനെയാണ്? I will have more punishment than any one of you. ഇവിടെ ആയിരിക്കുന്നവർക്ക് അധികമായിട്ടുള്ള അടി എനിക്ക് ലഭിക്കും. I know that very well. അത് വളരെ നന്നായി തിരിച്ചറിയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. Chapter 14, let's go to the next one. Let's get a little bit more of an easy portion. ആമേൻ. അടുത്ത ഭാഗത്തിലേക്ക് നമുക്ക് പോകാം. Brother and sister, it is our responsibility to
comfort the discouraged. ആമേൻ. ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവീൻ സഹോദരങ്ങളെ. Brother and sister, everybody in the church don't have the same level of faith. I mean, he was commenting about their faith. Remember their faith, that a strong, robust faith that you have. But here he's saying there are people who don't have that level of faith. Ulkarithilla, faint-hearted. ആമേൻ. ഇവിടെ പറയുന്നത് എല്ലാവർക്കും ഒരുപോലെയുള്ള ഒരു മനക്കരുത്തായിരിക്കത്തില്ല, ഉൾക്കരുത്തായിരിക്കത്തില്ല, വിശ്വാസത്തിലുള്ള ലെവലിലായിരിക്കത്തില്ല കാണുന്നത്. There is fearful. There's some people are worried. Some people are really timid. I mean, they just kind of all kinds of things that people worry. ജീവിതത്തിലായിരിക്കുന്ന സാഹചര്യത്തിൽ ക്ഷീണിച്ചുകൊണ്ട് ഭയത്തോടെയുള്ള ജീവിതം കഴിച്ചു കൂട്ടുന്നവരുണ്ടാകാം. Some of these irresponsible people may have a lot of self-confidence, but the people faint-hearted, they lack that kind of confidence. നിരുത്തരവാദപരമായിട്ട് നടക്കുന്നവർക്ക് അവർക്ക് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാകാം. എന്നാലോ ഇങ്ങനെയുള്ളവർക്ക് ഉൾക്കരുത്തില്ലാതാണ് പോകുന്നത്. Some of these people probably they worked very hard and they were used for God very nicely, but some of the pressures of the world, some of the things that happened in their life, and then all of a sudden they kind of shrank and they lost the joy, and they are now really, I mean, so weak, they don't even know whether they can stand another day. ആമേൻ. ദൈവത്തിന് വേണ്ടി കഴിഞ്ഞ കാലങ്ങളിൽ അധികമായി ഉപയോഗിച്ചവര് ഇപ്പോൾ ഒരു പക്ഷേ ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയാതെ നിൽക്കുന്നവരുണ്ടാകാം. There are people like that in the church. സഭകളിൽ അങ്ങനെയുള്ളവരുമുണ്ട്. Remember this morning, amen, when we read, the man of God read the scripture, what was he talking about? ഇന്ന് പ്രഭാതത്തില് ഇന്ന് ദാസൻ വിളിച്ചു പറഞ്ഞ വചനം ഏതിൽ നിന്നായിരുന്നല്ലോ? I mean, he's talking about the people who are hurt, who he I mean, particularly mentioned something the Holy Spirit gave in my heart also, that hurt about the past. I mean, wounds that have not healed. I mean, different things really make people, I mean, become weak in them. ആമേൻ. കഴിഞ്ഞ കാലത്തിലെ ചില അവസ്ഥകൾ ജീവിതത്തിൽ വേദനിപ്പിച്ചത്, മുറിവുണ്ടാക്കിയത്, അതൊരു പക്ഷേ മുമ്പോട്ട് ഓടുവാൻ കഴിയാതെ നിൽക്കുന്നവര്. The past wounds, past hurts from conversations or deeds. Someone said something or didn't do something, or some of the past is haunting them. കഴിഞ്ഞ കാലത്തിൽ സംഭവിച്ച വേദനകളൊക്കെ അവരെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുമല്ലേ? And then present things. എന്നാൽ ഇപ്പോൾ ഇന്നത്തെ സാഹചര്യങ്ങളിൽ സംഭവിക്കുന്നത്, worry about their children. അതിനെ കുഞ്ഞുങ്ങളെ പറ്റി അവർക്ക് വേദനിക്കുന്നു. I mean, so much anxious about their own health. അവരുടെ ആരോഗ്യത്തെ പറ്റി വളരെ ഭാരത്തോടെ ആയിരിക്കുന്നു. Man, so many you fill up the blanks. You put all the things about job or physical situation, about tomorrow. So many things to worry about. ആമേൻ. നാളെയെ കുറിച്ച് ഓർത്ത് വേവലാതിക്കൊണ്ടിരിക്കുന്ന അനേകരില്ലേ? So past, present and future worries. There are people in the church. None of us are free from that one. ആമേൻ. കഴിഞ്ഞ കാലം, ഇപ്പോഴത്തെ കാലം, ഇനി കടന്നു വരുന്ന കാലം, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടെ അല്ലേ പലരും കടന്നു പോകുന്നത്. We are not bunch of robots mechanically built and come here. We are human beings. When we come to church, we bring such a baggage from home to the church. ആമേൻ. നമ്മൾ ഒരു റോബോട്ടിനെ പോലെ, മെഷീനെ പോലെയല്ല. ഇങ്ങനെയുള്ള അവസ്ഥകളിൽ കൂടി കടന്നു വരുന്ന നാം ആ ഒരു അവസ്ഥകളുമായിട്ടല്ലേ നമ്മൾ സഭയിലേക്ക് കടന്നു വരുന്നത്. Well, every one of us go through this kind of different emotional feelings, and then when we come to church, we have to act like we are perfect. നമ്മൾ ഇങ്ങനെയുള്ള അവസ്ഥകളിലൂടെ അല്ലേ പലരും കടന്നുപോയി. ഇവിടെ വന്നിട്ട് നമുക്കൊന്നും സംഭവിച്ചില്ല എന്നുള്ള രീതിയിലല്ലേ നാം പലപ്പോഴും ഇരിക്കുന്നത്. And you know, when we say that Apostle Paul said, I kind of first thought, oh, that's an easy thing to comfort to comfort. I do that. You want to encourage the comfort, I do that. ഇങ്ങനെയുള്ളവരെ ഇത് ഈ വചനം നോക്കിയപ്പോൾ വളരെ ഈസി ആയിട്ട് എനിക്ക് തോന്നി. ഉൾക്കരുത്തലവരെ നമുക്ക് ധൈര്യപ്പെടുത്തി ഉത്സാഹപ്പെടുത്തിയൊക്കെ പോകാമെന്ന് പറഞ്ഞു. Then I realized this is a difficult thing. ഇത് വളരെ പ്രയാസമേറിയ ഒരു തിങ്ങാണ്. Because most of the time it is like a patient goes to a primary care doctor and will not say anything about the symptom and expect the doctor to treat. ഒരു രോഗി ഒരു പ്രൈമറി കെയറിൽ പോകുമ്പോൾ അവനെ പറ്റി ഒന്നും അറിയാതെ, എന്നാൽ ആ ഡോക്ടർ രോഗിയെ ചികിത്സിക്കണം, സുഖപ്പെടുത്തണം എന്നുള്ളൊരു ചിന്തയോട് കൂടിയാണ് ഡോക്ടറുടെ അടുത്തേക്ക് പോകുന്നത്. Imagine how that is possible. എങ്ങനെ സാധ്യമാകുന്നു? Isn't it that what happens in our own churches? ഇത് തന്നെയല്ലേ നമ്മുടെയൊക്കെ സഭകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. We don't tell anything that what we go through to somebody, and or the pastor, and the expectation is the pastor treat the disease without ever saying a word. ഞാനായിരിക്കുന്ന തൻ മുമ്പിൽ പോകുന്ന ശുശ്രൂഷകനോട് തന്റെ
തൻ്റെ ഉള്ളിൽ കൂടി കടന്നു പോകുന്ന അവസ്ഥകളൊന്നും പറയാതെ തന്നെ കേൾക്കുന്ന ശുശ്രൂഷനെ ഇതെല്ലാം സുഖപ്പെടുത്തണമെന്നുള്ള ഒരു ചിന്തയോടെയല്ലേ മുമ്പോട്ട് പോകുന്നത്. Brother and sister, many of us not being able to comfort each other because we are not transparent to the other person about our hurt. നമ്മളുടെ മുറിവുകൾ മറ്റുള്ളവരോട് ആത്മാർത്ഥമായി വിളിച്ചു പറയാൻ കഴിയാത്ത സഹോദര സഹോദരി എങ്ങനെയാണ് ഒരു സൗഖ്യത്തോട് മുമ്പോട്ട് ഓടുന്നത്? We expect when we come together that every disease needs to be healed. Even the most skilled pastor is unable to do a comforting ministry if he doesn't know what the other person is going through. അവൻ നമ്മൾ കടന്നു വരുമ്പോൾ നമ്മുടെ ആയിരിക്കുന്ന അവസ്ഥകൾക്ക് മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ശുശ്രൂഷകൻ പോലും, ഉന്നതിയിൽ നിൽക്കുന്ന ശുശ്രൂഷകൻ പോലും ആ അവസ്ഥകൾക്ക് നേരിടുവാൻ കഴിഞ്ഞില്ലെങ്കിൽ അതെന്താണ് സംഭവം? അതിന്റെ അവസാനം എന്തായിരിക്കും? 30 to 40 years in a Pentecostal Malayali culture churches, I've been involved, and I want to say something that one of the things that I've seen in the church is that people all of a sudden walk away. They kind of shrink into themselves. They won't say a word, and they expect the minister to know what their problem and to treat them because they don't want to say anything. 30-40 വർഷമായി എൻ്റെ ആത്മീയ ജീവിതത്തിൽ കണ്ട കാഴ്ചയാണ് പല കുടുംബങ്ങളും പലരും അവരുടെ പ്രശ്നങ്ങളിൽ കൂടി കടന്നുപോയി അവരെ തന്നെ ഒതുങ്ങി മാറി നിന്ന് ആ കാണുന്ന ശുശ്രൂഷകൻ അത് ചെയ്തെടുക്കണം, അതിന് താങ്ങായി നിൽക്കണമെന്ന് ചിന്തിച്ചുകൊണ്ട് അത് പറ്റാത്ത അവസ്ഥയിലേക്ക് കടന്നു പോകുന്നു. Brother and sister, in the name of Jesus Christ, anointed and inspired by the Holy Spirit God, I am asking you, I am telling you that none of you should have such a carnal behavior. We as a children of God, we should have the humility and transparency to come each other and share each other our burden and pray for each other. ആമേൻ. ആ ക്രിസ്തുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് പ്രബോധിപ്പിക്കുന്ന രീതിയിൽ പരിശുദ്ധാത്മാവിനെ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, ഇങ്ങനെയുള്ള ജഡീക സ്വഭാവം നിങ്ങൾ കാണരുത്. അന്യോന്യ സഭയിൽ കടന്നു വരുമ്പോൾ അന്യോന്യം നിങ്ങളുടെ ആഴമായി വേറിയ മുറിവുകൾ അന്യോന്യം ഷെയർ ചെയ്ത് പ്രാർത്ഥിച്ച് മുന്നേറേണ്ടതാണ്. You may not be comfortable with everybody, but you cannot tell me there is no one brother and sister in the church that you don't feel comfortable to share. Then it is a sad thing. എല്ലാവരും നിങ്ങൾക്ക് ഒരുപക്ഷെ കംഫർട്ടായിട്ട് നിങ്ങൾക്ക് തോന്നത്തില്ല, എന്നാൽ ആയിരിക്കുന്ന ചില വ്യക്തി ജീവിതങ്ങളോട് അടുത്തു നിൽക്കുന്ന സഹോദരങ്ങളോട് നിങ്ങളുടെ ആഴമേറിയ മുറിവുകൾ പറയുവാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് വളരെ ദുഃഖകരമായ ഒന്നായി മാറും. So that means you have no consideration that you have brothers and sisters in the family of God. ഇവിടെ ആയിരിക്കുന്ന ദൈവത്തിന്റെ സഭയിൽ അതുകൊണ്ട് നിങ്ങൾക്ക് ആരുമില്ല എന്നുള്ളൊരു ചിന്ത, അവരെയും പരിഗണിക്കാതെ പോകുന്നുള്ള ഒരു ഇതാണ് കടന്നു വരുന്നത്. This morning there is a warning to you. ഇതൊരു മുന്നറിയിപ്പായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റെടുക്കണം. That we need to comfort each other and we need to talk and share each other, and we need to be careful that when people share something we don't just go around and broadcast to others. അന്യോന്യം സ്നേഹിക്കണം, അന്യോന്യം കരുതുക തന്നെ ചെയ്യണം. എന്നാൽ നിങ്ങളുടെ അവസ്ഥകൾ നിങ്ങൾക്ക് ആശ്വാസകരമാകുന്ന സഹോദരനോടോ സഹോദരിയോടോ നിങ്ങൾ വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിക്കണം. Second thing is that even in a secular world, why is that we have 150 subspecialties there? Neurology, gynecology, rheumatology. You tell me all ologies are there as a subspecialty because the primary can take care of certain things, and once that is not, she or he cannot do it, he will say, this is a subspecialty that needs to be dealt with so and so. എന്തുകൊണ്ട് നമ്മുടെ സാമൂഹ്യമായ ജീവിതത്തിൽ നോക്കുമ്പോൾ പലതരത്തിലുള്ള പ്രത്യേകമായ മെഡിക്കൽ ഫീൽഡുകൾ കാണുന്നത്? കാരണം പ്രൈമറി കെയറിനെ കാണുവാൻ ഒരു പ്രത്യേക ലിമിറ്റ് ഉണ്ട്. അതിനപ്പുറമായിട്ട് കടന്നു പോകുമ്പോൾ ഈ പ്രത്യേകതരമായ മെഡിക്കൽ ഫീൽഡിലേക്ക് അവർ പറഞ്ഞു വിടത്തില്ലേ? Including myself, we pastors have this false pride that we are trained and we are equipped to deal with every disease in the church. ഞാൻ ശുശ്രൂഷകനായിരിക്കുന്ന ഞാനോ ഇവിടെ ആയിരിക്കുന്ന ഏത് അവസ്ഥയും എനിക്ക് നേരിടാൻ കഴിയുന്നു എന്നുള്ള ഒരു മിഥ്യാധാരണയാണ്. No, I don't. I can pray for you some of the things that need expertise from others. Sometimes you need a spiritual counseling. Sometimes you need some other people to deal with it. Sometimes it could be a particular area of your life that you're struggling. Someone else who have gone through that experience and they are the better one dealing than the pastor. Hallelujah.
Hallelujah. ഒരു പക്ഷേ പാസ്റ്റർ എനിക്ക് ഒരു ശുശ്രൂഷകൻ എന്ന നിലയ്ക്ക് എനിക്ക് എല്ലായിടത്തും എന്റെ കയ്യെത്തത്തിൽ എന്നാലോ ഇതിൽ കൂടി ഈ അവസ്ഥയിൽ കൂടി കടന്നുപോയ ചില സഹോദരനോ സഹോദരി ഉണ്ടെങ്കിൽ നിങ്ങളുടെ വാർത്തകൾ, നിങ്ങളുടെ ആവശ്യങ്ങൾ, നിങ്ങളുടെ കടന്നുപോകുന്ന സാഹചര്യങ്ങൾ പറയുമ്പോൾ ഒരുപക്ഷെ അവർക്ക് നിങ്ങൾക്ക് താങ്ങായി നിൽക്കുവാൻ കഴിഞ്ഞേക്കാം. Example, I'm born and brought up in a Pentecostal family. ഞാൻ ഒരു പെന്തിക്കോസ്ത് കുടുംബത്തിൽ ജനിച്ചു വളർന്നതാണ്. I never was part of a Catholic family. I'm just giving you an example. ഞാൻ ഒരു കത്തോലിക്ക സഭയിലോ കുടുംബത്തിലോ ചേർന്നിട്ടില്ല. Say a brother or a sister coming from that man, that they have so much struggle. കത്തോലിക്ക സഭയിൽ നിന്ന് ഇവിടേക്ക് കടന്നു വരുമ്പോൾ അനേക പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോകുന്നതായിരിക്കാം. I mean, they come to me. എന്റെ അടുത്തേക്ക് കടന്നു വരുമ്പോൾ Isn't it that I need to really find someone in the church who had such an experience and who came through and connected with that person and say, brother, can you advise and help this person instead of acting like I know everything? ഞാൻ എനിക്കെല്ലാം അറിയാമെന്ന് ഭാവിക്കുന്നതിന് പകരമായിട്ട് അവിടെ നിന്ന് കടന്നു വന്ന് ഇവിടേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിയുടെ ആ സഭ അതിൽ കൂടെ കടന്നുപോയ ഒരു വ്യക്തിക്ക്, ഒരു സഹോദരന് ആ കടന്നു വരുന്ന വ്യക്തിയെ ഡീൽ ചെയ്യാൻ കഴിയത്തില്ലേ? Every one of us need to learn that one. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നാം ആയിരിക്കുന്ന ഓരോരുത്തരും ഇത് പഠിച്ചിരിക്കണം. Just because I know the word, just because I know how to preach, just because of all that thing, that doesn't make me qualified to deal with every problem. ഒരു വചനങ്ങൾ ഞാൻ വിളിച്ചു അറിഞ്ഞതുകൊണ്ട് എനിക്ക് ഇവിടെ ആയിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിലും ഡീൽ ചെയ്യുവാൻ കഴിയത്തില്ല. That's why I previously said, even for that one, seek someone just to check in our church who is better person to handle with this one, then approach that person. ഇങ്ങനെയുള്ള സംഭവങ്ങളിലും പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ നമ്മുടെ സഭയ്ക്കകത്ത് ആരാണ് ഇതിനെ ആദ്യമായി കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ആളെ നോക്കിയിട്ട് അവരുടെ അടുത്തേക്ക് സമീപിക്കുക നിങ്ങൾ. In sometimes you don't even need to get me involved because there is someone much more capable than me in this church who can deal with that one. Take that person, pray about it, solve it and get going. Hallelujah. പക്ഷേ ഈ സഭകളിൽ ഇതിൽ കൂടി കടന്നു പോകുമ്പോൾ എന്നെ കാട്ടിൽ അനുഭവ സമ്പത്തുള്ള പല വ്യക്തികളും ഉണ്ടാകാം. അവരുടെ സഹായം നേടിയിട്ട് അവരോട് സംസാരിച്ച് അവിടുന്ന് ഒരു സൊല്യൂഷൻ കിട്ടി നിങ്ങൾ മുമ്പോട്ട് ഓടുവാൻ ശ്രമിക്കുക. These are some of the correction things that we need to learn. നമ്മുടെ ജീവിതത്തിൽ പഠിക്കേണ്ടതായ ചില I mean, Holy Spirit is teaching us some of the practical aspect of the Christian life. പരിശുദ്ധാത്മ നമ്മുടെ പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിൽ കൊണ്ടുപോകേണ്ടുന്ന ചില കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. So number one, warn the people who are irresponsible. Second thing is encourage or comfort the faint hearted. ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിക്കുകയും ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുകയും. Third one is says help the weak. ബലഹീനരെ താങ്ങുവീൻ. I'm leaving that one because you know what that is. നിങ്ങൾക്ക് അത് നന്നായി അറിയാം, അതുകൊണ്ട് അതിനെപ്പറ്റി ആഴമായി പറയുന്നില്ല. Then the next word says be patient to everyone. ദീർഘക്ഷമ എല്ലാവരോടും കാണിക്കാൻ പറയുന്നു. Think about it. If the church has irresponsible people and spiritually kind of not strong and weak, and in that group if you have a bunch of impatient people, how will the church be? ആമേൻ. നോക്കിയേ, ക്രമം കെട്ടവരായിരിക്കണോ അല്ലെ ഉത്തരവാദിത്തമില്ലാത്തവരും ഉൾക്കരുത്തില്ലാത്തവരും ഒക്കെ ആയിരിക്കുന്ന ഒരു വ്യക്തിയുടെ നടുവിൽ നിങ്ങളായിരിക്കുമ്പോഴേ ക്ഷമയും നിങ്ങളുടെ ഉള്ളിലില്ലെങ്കിൽ അത് എങ്ങനെയായിരിക്കും സഭ മുന്നോട്ട്? So whether it is an unruly person, whether it is a faint-hearted person, whether it's a weak person, to deal with all of this group, the one hallmark character that we need is patience. അവൻ ക്രമം കെട്ടവരായിരിക്കട്ടെ, ഉൾക്കരുത്തില്ലാത്തവരായിരിക്കട്ടെ, ബലഹീനരായിരിക്കട്ടെ, ഇവരെയൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു ദീർഘക്ഷമ ഉണ്ടായിരിക്കണം. I want you to meditate about that. What is patience? എന്താണ് ദീർഘക്ഷമയെന്ന് നമുക്ക് ആഴമായി പഠിക്കണം. Sometimes the people misunderstand. Patience means to tolerate every nonsense. എല്ലാമായ നോൺസെൻസും നമ്മൾ ടോളറേറ്റ് സഹിച്ചുകൊണ്ട് പോകണമെന്നുള്ളൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്. That's not what it is. God did not do that. അങ്ങനെയല്ല, ദൈവം അങ്ങനെയല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്. We want to have the attribute, the character of God, and God is so patient, so forgiving, so merciful, and He is so with never entertaining feelings. All of that is the quality of God, but at the same time He deals with the sin. ആമേൻ. ക്രിസ്തു വളരെ ദീർഘക്ഷമയും മഹാകരുണയും ഉള്ളവനായിരുന്നു. എന്നാലോ പാപത്തെ കാണുന്നത് അത് പാപത്തെ കൈകാര്യം ചെയ്തിരുന്നു. Patience doesn't mean that we close our eyes and walk away from it. ക്ഷമയെന്ന് പറയുന്നത് കണ്ണടച്ചുകൊണ്ട് നമ്മുടേതായ കാര്യത്തിൽ കൂടി കടന്നു പോകുന്നതല്ല. Patience doesn't mean that we kind of absorb and tolerate and everything. അത് ഏറ്റെടുത്തുകൊണ്ട് അത് സഹിച്ചുകൊണ്ട് പോകുന്നതല്ല ദീർഘക്ഷമ എന്ന് പറയുന്നത്. A church, if we do that one, we will fail. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ണടച്ചുകൊണ്ട് പോയാൽ നമ്മൾ തോൽവി തന്നെയാകും. So in a robust and very commendable church will have all this kind of people. ഇങ്ങനെയുള്ള സഭ
സഭകളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകണം. And the ministry is to the people. Apostle Paul is talking. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് അവിടെ ആയിരിക്കുന്ന ജനത്തിന്റെ മേലാണ് ഇങ്ങനത്തെയുള്ള ശുശ്രൂഷ. I have heard many people say, I don't know what ministry I have. എന്റെ ശുശ്രൂഷ എന്താണെന്ന് എനിക്ക് അറിയുന്നില്ല എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. If these three things I'm saying, this is a ministry, and can you do at least one of that one? ഇതിലെ 3 കാര്യങ്ങൾ പറയുന്നത് അതിൽ ഒന്നെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ അത് നന്നാ. Amen. That is a ministry. അതും ഒരു ശുശ്രൂഷയാണ്. Because God expects us. നമ്മളിൽ നിന്ന് ഇതാണ് പ്രതീക്ഷിക്കുന്നത്. Nehemiah is not the only one did all the work. തന്റെ മുമ്പിലായിരിക്കുന്ന പ്രവൃത്തികളെല്ലാം നെഹമ്യാവ് ഒറ്റയ്ക്കല്ല ചെയ്തത്. Amen. All the patchwork and the repair and the building, he had a team of people. Everybody did something for the building. ഓരോ പണിക്ക് വേണ്ടുന്നതെല്ലാം ഓരോ പ്രത്യേകമായ ഗ്രൂപ്പുകളാണ് ചെയ്തുകൊണ്ടിരുന്നത്. Amen. That is what God expects from us. അതാണ് എന്നിലും നിന്നിലും കൂടെ ദൈവം. Everyone in this church, if you come into this church, you have a responsibility, you have a ministry. Don't say that I don't have it. ഇവിടെ ആയിരിക്കുന്ന നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്തമുണ്ട്, ഒരു ശുശ്രൂഷമുണ്ട്. അതാണ് ദൈവം എന്നിലും നിങ്ങളുടെ ചെയ്തെടുക്കുവാൻ ആഗ്രഹിക്കുന്നത്. Amen. Let me quickly say that is the relationship among each other. അങ്ങനെയാണ് അന്യോന്യമുള്ള ബന്ധം എന്ന് ഞാൻ നിങ്ങളോട് വിളിച്ചു. Verse 15 says, do not retaliate. And I know in this church there is not a single person do that one, so I'm skipping that one. ആമേൻ. 15നെ പറ്റി ആഴമായി പറയുന്നില്ല. സഭയ്ക്കകത്ത് ആരും അങ്ങനെ ചെയ്യത്തില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നു. Let's verse 16 onwards we read. 16 ഇങ്ങനെ വായിച്ചു തുടങ്ങുന്നു. Rejoice always. എപ്പോഴും സന്തോഷിക്കുവിൻ. Amen. This is now talking about how our relationship to our God is. ആമേൻ. ദൈവവുമായിട്ടുള്ള ഒരു ബന്ധത്തെ പറ്റിയാണ് ഇതിൽ കൂടെ വിളിച്ചു പറയുന്നത്. Amen. 8 commands Apostle Paul is talking about. 8 കാര്യങ്ങളാണ് അപ്പോസ്തലനായ പൗലോസ് ഇതിൽ കൂടെ വിളിച്ചു പറയുന്നത്. And we don't need any explanation. I'm just going to read the scripture and finish. ഞാൻ ഈ തിരുവെഴുത്തൊന്ന് വായിച്ചുകൊണ്ട് ഞാൻ ഇത് അവസാനിപ്പിക്കട്ടെ. Number 1, rejoice always and delight in your faith. എപ്പോഴും സന്തോഷിക്കുവാൻ, നിങ്ങളുടെ വിശ്വാസത്തിൽ നിങ്ങൾ സന്തോഷിക്കുക. I mean, we cannot say about all kinds of struggle, but at least can we rejoice in the salvation that God has given in us. ദൈവം നമുക്ക് നൽകുന്ന രക്ഷയെ ഓർത്തുകൊണ്ട് നമുക്കൊന്ന് സന്തോഷിക്കാൻ കഴിയുമോ? Amen. Billions of people don't have that joy. Can we at least say, Lord, even nothing at all, I find joy in you because of the salvation that you have given me. ജീവിതത്തിൽ ഇല്ല എങ്കിൽ പോലും ദൈവം എനിക്ക് തന്ന രക്ഷയെ ഓർത്ത് നമുക്ക് സന്തോഷിക്കുവാൻ കഴിയുമോ? Hallelujah. Glory to God. It says, verse 17 says, unceasing, persistent prayer. ആമേൻ. 17 വിളിച്ചു പറയുന്ന ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ. Why we need to pray? എന്തുകൊണ്ട് നാം പ്രാർത്ഥിക്കണം? A man of God said like this, God has determined that certain expressions of his power will only be exercised in response to prayer. In other words, unless we pray, he will not move. ആമേൻ. നമ്മൾ പ്രാർത്ഥിച്ച ദൈവവാസം വിളിച്ചു പറഞ്ഞത് നമ്മൾ പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ ചില കാര്യങ്ങൾക്ക് വിടുതൽ ഉണ്ടാകത്തുള്ളൂ. As a church, we have the prayer habit. നമുക്ക് ഒരു സഭ എന്ന പോലെ ഒരു സഭയായി നമുക്ക് ഒരു പ്രാർത്ഥനയുടെ ജീവിതം ഉണ്ടാകണം. And I know I am so proud of this church that you all find the time to pray, and in different forums when we have time together we pray, and that is a good quality. ആമേൻ. നിങ്ങൾക്ക് കിട്ടുന്ന സമയം വേർതിരിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു എന്ന് ഓർത്തുകൊണ്ട് ഞാൻ സഭയെ ഓർത്ത് ഞാൻ അഭിമാനിക്കുന്നു. Verse 18 we read, in every situation be thankful and continually give God thanks to God. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവം. I mean, it is a nice thing to be a grateful thing. എപ്പോഴും ദൈവത്തിന് നന്ദി കരയുന്നത് നല്ലത് തന്നെ. Lord, I got up and I'm walking, I'm breathing, I am able to say what the kids are saying. Oh Lord, I can see my wife or my children, I'm able to see. I mean, so many things. When we think of it is, we can be thankful to God. ആമേൻ. എനിക്ക് പ്രഭാതത്തിൽ എഴുന്നേൽക്കാൻ കഴിയുന്നു, നടക്കുവാൻ കഴിയുന്നു, എൻ്റെ പ്രവൃത്തികളൊക്കെ എനിക്ക് ചെയ്യുവാൻ കഴിയുന്നു, എൻ്റെ കുടുംബത്തെ പോറ്റുവാൻ കഴിയുന്നു. ഇതെല്ലാം ഓർക്കുമ്പോൾ എൻ്റെ ദൈവത്തിന് നന്ദി കരയേറ്റ് സ്തോത്രം കരയേറ്റുന്നു. Verse 19 says, do not quench the Holy Spirit of God. ആമേൻ. ആത്മാവിനെ കെടുക്കരുതെന്ന് 19-ാം വാക്യം വിളിച്ചു പറയുന്നു. That is, I love to talk about a long time about that one. ആമേൻ. അതിനെപ്പറ്റി അനേകമായി ആഴമായി പറയണമെന്ന് ആഗ്രഹമുണ്ട്. Quench means put out, extinguish the fire of the Holy Spirit. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ തീയെ കെടുത്തുക എന്നാണ് അതിനെപ്പറ്റി പറയുന്നത്, അതിനകത്ത് പറയുന്നത്. How do you turn off a candle? എങ്ങനെയാണ് ഒരു മെഴുകുതിരി കെടുത്തിക്കളയുന്നത്? The candle, how do you usually turn that off? എങ്ങനെയാണ് ഒരു കാൻഡിൽ, കത്തി നിൽക്കുന്ന ഒരു കാൻഡിൽ കെടുത്തുന്നത്? Some people blow an external force and blow on candle, but as an easy way, many will know that all they do is they put the lid on it, right? ആമേൻ. ഒരുപക്ഷെ ചിലര് ഊതി അതിനെ
കെടുത്താം, അല്ലെങ്കിൽ അതിന് മുകളിൽ ഒരു മൂടി വെച്ചിട്ട് അതിനെ The കെടുത്താം. only thing happened is that the oxygen needed for that fire is stopped and the fire is out. കത്തിക്കൊണ്ടിരിക്കുന്ന മെഴുകുതിരിക്ക് ഓക്സിജൻ ഇല്ലെങ്കിൽ അത് കെട്ടുപോകുമെന്ന് നമ്മൾ തിരിച്ചറിയുന്നല്ലോ. Many people in the church do not feel the fire of the Holy Spirit God anymore. ഇവിടെ ആയിരിക്കുന്ന പലർക്കും പരിശുദ്ധാത്മാവിന്റെ ശക്തി തിരിച്ചറിയാതെ കടന്നു. Amen. The fire I'm talking about is not just the believing in Holy Spirit of God. When we pray, when we minister, when we come into situations, the fire of the Holy Spirit prompt us to pray and overcome. That is the fire of the Holy Spirit. പരിശുദ്ധാത്മാവിനെ അല്ല ഞാൻ പറയുന്നത്, എന്നാൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് പ്രാർത്ഥിക്കുവാൻ പ്രത്യേകമായ ഉള്ളിൽ ഒരു പ്രേരണ വരുമ്പോഴാണ് ഇതിനെപ്പറ്റി പറയുന്നത്. If we lost the fire of the Holy Spirit God, ആ ദൈവാത്മാവ് നമ്മളിൽ നഷ്ടപ്പെട്ടു പോയെങ്കിൽ, I don't know. I'm asking every one of us to self-examine and say, if I don't have that fire, it's not just talking about I believe. When I pray, say Holy Spirit God, no, that's not what it is. Do we have the operation, the fire, the gift operating in us in every situation? Then we can say that is the fire of the Holy Spirit God. ആത്മാവിനെ പറ്റിയല്ല, ആത്മാവിന്റെ തീ നമ്മളുടെ ഉള്ളിലുണ്ടോ അതിനെ പറ്റിയാണ് നാം ആഴമായി ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത്. Though when we become unresponsive to the guidance of the Holy Spirit of God, then we need to know that, oh, I lost the fire of the Holy Spirit God. ആ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി പരിശുദ്ധാത്മാവിൽ നമ്മൾ അൺറെസ്പോൺസീവ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അപ്പോൾ ആ സമയത്ത് നമ്മൾ തിരിച്ചറിഞ്ഞ ദൈവത്തോട് നാം പ്രാർത്ഥിക്കണം. Brother and sister, let me take it just 1 week from last Sunday to this Sunday. കഴിഞ്ഞ ഞായറാഴ്ച തൊട്ട് ഈ ഞായറാഴ്ച വരെ നമ്മൾ ഒന്ന് എടുക്കുകയാണെങ്കിൽ, how many of you can say that, Pastor, from last Sunday to this Sunday, many times I was in communion with the Holy Spirit of God and I felt the fire of the Holy Spirit God in me. Do we have at least one experience like that? കഴിഞ്ഞ ആഴ്ച തൊട്ട് ഈ ആഴ്ച വരെ ദൈവസന്നിധിയിൽ ഇരുന്ന് എനിക്ക് ദൈവവുമായിട്ടൊരു ബന്ധമുണ്ടായിരുന്നു, ആർക്കെങ്കിലും ഒന്ന് വിളിച്ചു പറയുവാൻ കഴിയുമോ? When you felt just so pressed and very discouraged and depressed, did you feel like you need to kind of isolate and go into the Word of God and really feel that the Holy Spirit of God is talking to me? ധൈര്യമായി കഷ്ടതയുടെ നടുവിൽ പോയപ്പോൾ അവിടെ നിന്നും സമയം വേർതിരിച്ചിട്ട് ദൈവം വ്യക്തമായി യഥാർത്ഥമായി എന്നോട് സംസാരിച്ചു എന്ന് നിങ്ങൾക്ക് വിളിച്ചു പറയാൻ കഴിയും. When someone said something negative about you, when you kind of feel like, I'm being accused, did you feel like the fire of the Holy Spirit God in you say, don't worry about it, hallelujah, keep going? എന്നെ താഴ്ത്തിക്കെട്ടുന്ന സമയമുണ്ടാവുമ്പോൾ, ഇകഴ്ത്തുന്ന സമയമുണ്ടാവുമ്പോൾ മാറി നിന്നിട്ട് പരിശുദ്ധാത്മാവായി പ്രാർത്ഥിച്ചുകൊണ്ട് പോകുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ തീ അത് വിഷമിക്കേണ്ട, മുമ്പോട്ട് ഓടുവിൻ എന്നുള്ളൊരു ഒരു വാക്ക് നിങ്ങളുടെ ഉള്ളിൽ പറഞ്ഞിട്ടുണ്ടോ? Any situation in our life, ഏത് ജീവിത സാഹചര്യവുമായിക്കോട്ടെ, and when that situation comes, അത് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, when that presses from all around, ആ ചുറ്റുപാടുമുള്ള സമ്മർദ്ദങ്ങൾ നമ്മളെ ഞെരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ, the moment there is an internal power coming out, ആ ഉള്ളിൽ നിന്നുള്ള ആത്മീയ തീ എരിഞ്ഞ് പുറകെട്ട് overcome any of that, ഈ സാഹചര്യങ്ങളെയൊക്കെ മറികടക്കുവാൻ, that is the fire of the Holy Spirit. അതാണ് പരിശുദ്ധാത്മാവിന്റെ തീ എന്ന് പറയുന്നത്. Sometimes, hallelujah, that will lead you into sit in the presence of God and pray. അവിടെയാണ് ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ നിങ്ങളെ ഒരുക്കുന്നത്. Sometimes that will lead you to walk out of the house and go to the community and put your hand and pray for the community. അവിടെയാണ് ഭവനത്തിന് വെളിയിൽ ഇറങ്ങി നിങ്ങൾ ആയിരിക്കുന്ന സമൂഹത്തിനെ നോക്കി നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നത്. Sometimes in a situation like that, you will call somebody and you will know that the person needed your prayer. അവിടെയാണ് നിങ്ങൾ മറ്റൊരു വ്യക്തിയെ വിളിച്ച് അവിടെ പ്രാർത്ഥന ആവശ്യമുള്ള വ്യക്തിയെ വിളിച്ച് അവരെ പ്രാർത്ഥിക്കുന്നത്. Sometimes the person don't even ask you to pray, but you have a fire inside and say, brother, let me pray for you. മറ്റൊരു വ്യക്തി നിങ്ങളോട് ചോദിക്കത്തില്ലായിരിക്കും, എന്നാലോ പ്രാർത്ഥനയുടെ ഉള്ളിൽ ആത്മാവിന്റെ തീ എരിയുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് വിളിച്ചത് ഞാൻ സഹോദരാ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറയും. That is the fire of the Holy Spirit God. അതാണ് പരിശുദ്ധാത്മാവിന്റെ തീ എന്ന് വിളിച്ചു പറയുന്നത്. When we are at home and when we are alone, the wicked devil come and say that your life is over, your future is over, there is nothing hopeful in your life, and when we keep on talking to us, നിങ്ങൾ ആയിരിക്കുന്ന സമയത്ത് നിന്റെ ജീവിതം കഴിഞ്ഞു ഇനി മുമ്പോട്ടില്ല എന്ന് പറയുന്ന സമയത്ത് there is an inner coming, an inner force is saying, അവിടെയാണ് ഉള്ളിൽ നിന്നൊരു ശക്തി നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്.
Amen. You get the power to talk back to the devil. ആമേൻ. ഉള്ളിലുള്ള ശക്തി നിങ്ങളുടെ പുറമേയുള്ള ശക്തിയോട് നിങ്ങൾ വിളിച്ചു പറയും. Amen. You will tell the devil. ആമേൻ. ആ സാത്താനോട് നിങ്ങൾ വിളിച്ചു പറയുന്നത്, This is your trick and it's not going to work in my life. നിന്റെ ട്രിക്ക് എന്റെ ജീവിതത്തിന്മേൽ ഉപയോഗിക്കാൻ കഴിയത്തില്ല. I belong to Jesus Christ and I am purchased by the blood of Christ. ഞാൻ ക്രിസ്തുവിന് വേണ്ടിയുള്ളത് ക്രിസ്തുവിന്റെ നീണത്താൽ വീണ്ടെടുക്കപ്പെട്ടവനാണ്. You cannot determine my value because my value is determined by him. എന്റെ ക്രിസ്തുവാണ് എന്റെ വില നിശ്ചയിക്കുന്നത്, നിനക്ക് നിശ്ചയിക്കുവാൻ കഴിയത്തില്ല. Hallelujah, glory to God. ആമേൻ. Amen. Sometimes the devil lie to some of you. ആമേൻ. നിങ്ങളോട് ചിലപ്പോൾ സാത്താൻ കള്ളം പറഞ്ഞ് തൃപ്തിപ്പെടുത്താൻ നോക്കും. Some of you feel like you are not valuable. നിങ്ങൾ വാല്യൂ ഉള്ളതല്ല എന്നൊരു പക്ഷേ നിങ്ങൾക്ക് തോന്നിപ്പിക്കുന്ന തരത്തിൽ സംസാരിക്കും. Amen. Let me show you something. ഞാൻ ഒരു കാര്യം നിങ്ങളോട് കാണിക്കട്ടെ. Amen. This is a really crispy $100 bill. നല്ല ഒരു $100 അല്ലേ ഞാൻ നിങ്ങൾ കാണിക്കുന്നത്. The value of this dollar is $100. ഈ പേപ്പർ കഷ്ണത്തിന്റെ വില $100 അല്ലേ. The United States government put their back up and say $100 I will give you. ഈ ഗവൺമെന്റ് ഇതിന് $100 എന്ന നല്ല വാല്യൂ അല്ലേ നൽകിയത്. But you know what is someone going to do? എന്നാൽ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് നോക്കാമോ? I just did this, I really just scrambled this. എന്നാൽ ഞാൻ ഇത് ചുരുട്ടിക്കൂട്ടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നു. Did the $100 lost the value? എന്നാൽ ഈ പേപ്പർ കഷ്ണത്തിന്റെ ഇതിന്റെ വാല്യൂ നഷ്ടപ്പെട്ടോ? Amen. Did he lose the value? ഇതിന്റെ വാല്യൂ നഷ്ടപ്പെട്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? This is sometimes the devil tell us that he does something, he throws some dirt on us. Amen. He put us a pressure. He kind of make us go through this one, squeeze us, and he tell us that amen, you are done, but the value is not done by just because it is crumbled. ആമേൻ. ഇത് ചുരുട്ടിക്കൂട്ടി എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ വാല്യൂ നഷ്ടപ്പെടുത്തില്ല. ഇതുപോലെയാണ് പിശാച് പലപ്പോഴും നിങ്ങളെ ചുരുട്ടിക്കൂട്ടി ഒതുക്കിക്കൂട്ടി നിൽക്കുമ്പോഴും നിങ്ങളിൽ മേലുള്ള വാല്യൂ ഒരിക്കലും അത് നഷ്ടപ്പെടത്തില്ല. Child of God, your value is determined by my Jesus Christ who purchased you. വിലയ്ക്ക് വാങ്ങിയ യേശു ക്രിസ്തുവാണ് നിങ്ങളുടെ മേലുള്ള മൂല്യം തീരുമാനിക്കുന്നത്. Don't believe the lie of the devil anymore. ഈ പിശാചിന്റെ തന്ത്രങ്ങളിൽ അകപ്പെടുവാൻ നോക്കരുത്. Amen. Work along with the Holy Spirit of God. പരിശുദ്ധാത്മാവിന്റെ ഒപ്പം ഇരുന്ന് വേല ചെയ്യുവാൻ നോക്കുക. You are valuable, you are forgivable, you are so precious in the sight of God. ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ മുമ്പാകെ നിങ്ങൾ അധികം മൂല്യതയുള്ളവരാ, വേണ്ടപ്പെട്ടവരാണ്. God is planning to use every one of you. ഇവിടെ ആയിരിക്കുന്ന ഓരോരുത്തരെയും ഉപയോഗിക്കാൻ പറ്റുന്നവനാണ് There is no one should be exempted from that. ഇവിടെ നിന്ന് ആരും വെറുതെ പോകത്തില്ല. If the blood of Christ is upon you, you are valuable. യേശു ക്രിസ്തുവിന്റെ രക്തം നിങ്ങളുടെ മുമ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ വിലയേറിയവരാണ്. No devil, no world, no person can tell that otherwise. ഒരു പിശാചിനെ നിങ്ങളുടെ മേൽ വാദിച്ചു നിൽക്കുവാൻ അനുവാദമില്ല. Amen. Speak back to the devil. അവനോട് ഉറച്ച എതിർത്ത് തന്നെ നിൽക്കുവിൻ. That is the fire of the Holy Spirit. അതാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്ന് പറയുന്നത്. Speak to the situations. സാഹചര്യങ്ങളോട് എതിർത്ത് നിൽക്കുവിൻ. Elijah went to the Jordan River and he was crying there. ഏലിയാവ് ആ നദിക്കുമ്പോൾ പോയിട്ട് അവിടെ നിന്ന് കരയുന്നതായിട്ട് കണ്ടു. I know time run out, but let me tell you one more thing. God, Holy Spirit encouraged me last week. കഴിഞ്ഞ ആഴ്ചയിൽ പരിശുദ്ധാത്മാവ് എന്നെ ഉദ്ബോധിപ്പിച്ചത് ഞാൻ നിങ്ങളോട് പറയട്ടെ. The Holy Spirit God talked to me like through a person like this. ഒരു വ്യക്തിയിൽ കൂടി ഇങ്ങനെ എന്നെ പരിശുദ്ധാത്മാവ് സംസാരിച്ചത്. He said Elijah was sitting at the Kerith brook. ആ കെരീത്ത് തോട്ടിന് അരികിലെ ഏരിയ നിൽക്കുന്നു. Amen. Elijah was not going after searching a raven. ഒരു കാക്കയെ അന്വേഷിച്ചു പോകുന്ന ഒരു ഏലിയാവിനെ അല്ല കാണുന്നത്. A raven coming towards Elijah. ഒരു മലങ്കാക്ക ഏലിയാവിന്റെ അടുക്കലേക്ക് കടന്നു വരുന്നത് കണ്ടില്ലേ? ആമേ കാക്കയെ തേടി പോകുന്ന ഭക്തനല്ല, ഭക്തനെ തേടി വരുന്ന കാക്ക. ഹല്ലേലൂയ 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 glory to God. Amen. Praise the Lord. നമ്മളെ തേടി വരുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ അടുക്കൽ വരുന്ന ഒരു കർത്താവുണ്ട്. ആമേൻ. Hallelujah. We don't need to go running around. ആമേൻ. അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ട സാഹചര്യമില്ലല്ലോ നമ്മുടെ ജീവിതത്തിൽ. Amen. God will send the raven to you. ആമേൻ. എനിക്കും നിങ്ങളുടെ മുമ്പാകെ ആ കാക്കയെ ദൈവം അയച്ചിരിക്കും. ആമേൻ. നന്മ ചെയ്യാത്ത ഒരുവനെ കൊണ്ട് ഹല്ലേലൂയ നന്മ ചെയ്യാൻ ആമേൻ താല്പര്യമില്ലാത്ത ഒന്നിനെ കൊണ്ട് ഭക്തനെ പോറ്റി പുലർത്തുവാൻ ഹല്ലേലൂയ കഴിവുള്ളവനാണ് ദൈവം. ആമേൻ. യെസ്.
ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. പരിശുദ്ധാത്മാവാൻ ദൈവം യേശുവിന്റെ ആമേൻ യേശുവിന്റെ നാമത്തില് ആമേൻ ദൈവസഭയോടായിട്ട് ഇടപെടുക. ആമേൻ 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 ധനാരവഹന്തലാദികൾ കമനഘടകജലവംശ. യേശുവിന്റെ നാമത്തില് ഹല്ലേലൂയ ഹല്ലേലൂയ. Oh, glory. ധനാരവ അധുരാരികജലവംശലേ അക്ഷരാജീതാലവസന്തലേ. Glory to God. Hallelujah. Glory. Amen. Yes, amen, amen. ഞെരുക്കത്തിലേക്ക് ആമേൻ ആവശ്യത്തിന്റെ അടുക്കലേക്ക് ഇല്ലായ്മയുടെ അടുക്കലേക്ക് ദൈവത്തിന്റെ കരം ഇറങ്ങി വരുന്ന ആമേൻ ദിവസങ്ങള് മുന്നിലുണ്ടെന്ന് ദൈവാത്മാവ് ഓർമ്മിപ്പിക്കുകയാണ്. Oh, glory, glory, glory to God. യേശുവിന്റെ നാമത്തില്. Thank you, Lord. നമ്മളെ കരുതുന്ന ഒരു ദൈവമാണ്. Yes, he's a God who cares for us. Hallelujah. നമ്മളെ ആശ്വസിപ്പിക്കുവാൻ ആമേൻ ദൈവം നമ്മളോട് പറയുമ്പോൾ തന്നെ whenever God tells us to comfort each other, he is a God of comfort. He is comforting us. He is disciplining us. He is caring for us. He is strengthening us and he is coming after us. ആമേൻ. നമ്മളെ ആശ്വസിപ്പിക്കുന്ന ദൈവമാ, നമ്മളെ ആശ്വാസത്തോടെ നടത്തുന്ന ദൈവമാ, അച്ചടക്കത്തോടെ നടത്തുന്ന ദൈവമാ നമ്മളിലേക്ക് കടന്നു വരുന്നത്.